we had spoken to Srinath Bhasi and Lal sir and all of that, but നടന്നു ഇല്ലെങ്കിൽ ഇല്ല. There's no formula. ഇവിടെ ഞങ്ങൾക്ക് സംഭവിച്ച ഒരു ഇഷ്യൂ ആ പ്രീമിയർ ദിവസം ദ ഡേ വി ലോഞ്ച്ഡ് ഡിജിറ്റൽ PR ഫെൽ, അവിടെ ഞങ്ങൾക്കൊരു അടി കിട്ടി. അത് ഞങ്ങളെ നല്ലോണം ബാധിച്ചു. അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എന്ത് കൊണ്ടുപോകും? റിലീസിങ് ഇറ്റ്, ബ്രിങ്ങിങ് ഇറ്റ് ഔട്ട് ടു ദ പീപ്പിൾ is a bigger task. മനസ്സിലാവില്ല അത് ചില കാര്യങ്ങൾ. എന്നാൽ ഇറ്റ്സ് ലൈക്ക് സംബഡി ഹാഡ് സെഡ് ഇൻ ദ റിവ്യൂ ദാറ്റ് മെത്തടിച്ച് കാണും അതിൻ്റെ ഒരു ഫീലിംഗ് ആണ്. എനിക്ക് മലയാളത്തിൽ ഞാൻ പറയാൻ പോയ ചില പിക്ചേഴ്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. വി ഡിഡ് സം അതർ തിങ്സ് ദാറ്റ് വർ യുണീക്ക്, ലൈക്ക് 24 യുണീക്ക് സോങ്സ് in 4 languages. ഇതിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വരുന്ന മൃഗങ്ങളൊക്കെ എങ്ങനെയാണ്? പോത്ത് വരെ ഒറിജിനൽ. ദാറ്റ് പോത്ത് ഇസ് എ വെരി വെൽ നോൺ, നല്ല ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉള്ള പോത്താണ്. എൻ്റെ പേര് സുൽത്താൻ. അതിൻ്റെ കൂടെ ഐ തിങ്ക് about 18 to 20 people had to come because പോത്തിനെ അത് ദേഷ്യം വന്നാൽ പോയി, എല്ലാവരും പോയി. അതൊക്കെ ചെയ്ത് ഭയങ്കര കോസ്റ്റ്ലി. ആ ബഡ്ജറ്റ് വരുമ്പോൾ ചെയ്യാം. ഇപ്പൊ കയറിന്റെ ബഡ്ജറ്റേ ഉള്ളൂ. ഞാൻ എന്നെ ക്രിസ്റ്റഫർ നോലാന്റെ ഇൻസെപ്ഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സമയം എടുക്കും. വെൽക്കം വന്ദന മേനോൻ. വന്ദന, സ്വാഗതം. എനിക്ക് തോന്നുന്നു ലേഡി പ്രൊഡ്യൂസേഴ്സ് വളരെ കുറവുള്ള മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന പുതിയൊരു നിർമ്മാണ കമ്പനിയുടെ ഉടമയാണ് അല്ലേ? തീർണ ഫിലിംസ്. ആദ്യ സിനിമ സിക്കാഡയാണ്. സിക്കാഡ ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, സിനിമകൾ ചെയ്യുന്നു, പ്രത്യേകിച്ച് ഒരുപാട് സിനിമാ പാരമ്പര്യം ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണോ വന്ദന വരുന്നത്? ഒട്ടുമല്ല. അപ്പോൾ ഒരു പുതിയ താരതമ്യേന എന്നല്ല, പുതിയൊരു പ്രൊഡ്യൂസർ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു, ഒരു സിനിമ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുന്നു. എന്തൊക്കെ പഠിച്ചു? സോ ബിഗിനിങ് ടു എൻഡിന് പറയാൻ പറ്റില്ല, കാരണം പഠിപ്പ് ഇറ്റ്സ് ഓൾവേസ് ഓൺ, അത് നടന്നുകൊണ്ടിരിക്കും. ബട്ട് everything right from pre-production to production to post-production എന്തൊക്കെയാണ് എൻ്റെ what all it involves, അത് full first hand experience. By nature as it is, I'm a person who likes to ഒരു കാര്യം ഞാൻ എടുത്താൽ അതിലേക്ക് ഫുള്ളി ഞാൻ കയറിയിട്ട് അത് ഫുൾ പഠിച്ചിട്ട് ഞാൻ പുറത്ത് വരുള്ളൂ, അതുണ്ട്. സോ സെയിം തിങ് ഹാപ്പൻഡ് ഹിയർ. The reason being that producer allade, I also managed project design of this movie, especially for the other languages, Tamil, Telugu, Kannada. So this movie is in 4 languages. So adu kainittu the biggest lesson that I learned is making the movie is a task. പക്ഷെ അത് കഴിഞ്ഞിട്ട് releasing it, bringing it out to the people is a bigger task, much bigger task, and that is what I'm still working on. പക്ഷെ അതും we learnt it because I learnt it because we took up distribution also ourselves. ഞങ്ങൾ തന്നെ തീർണ ഫിലിംസ് is only distributing ഞങ്ങൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് എല്ലാം. ഞങ്ങൾ beginning to end, this was our experimental baby. We thought might as well just do everything, learn everything, so that next time we know how to take this further and how to market this properly. ആദ്യമായിട്ട് സിനിമ എടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ വീട്ടിൽ ഈ ഒരു ഡിസിഷൻ വന്നനട തന്നെയായിരുന്നു? അത് ഹസ്ബൻഡിനെയാണ്? ടോട്ടൽ സപ്പോർട്ട് ഇസ് by husband. അപ്പോൾ അല്ല, ഇങ്ങനെ നമുക്കൊരു സിനിമ പിടിച്ചാലോ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ആ തോട്ട് പ്രോസസ് ആദ്യം വന്നതാർക്കാണ്? So thought process and then husband is very used to this. He keeps saying, now you'll bring another project and come in next where a project going to wear. So that kind of a thing. So I've been working also. I have my own what do you say, I've been working in the industry and I have in the corporate field and all of that. I have my own എൻ്റെ ഓണായിട്ട് ഉണ്ട്, ഇല്ലയെന്നില്ല. പക്ഷേ when at least movie is a big thing there, without his support and family support nothing could have happened. So completely it is not just him, he's the biggest support, but other than that this movie is very close to many other people in our friends and family as well, because കുറേ ആൾക്കാർ കൂടെ വന്നിട്ട് ചെയ്തൊരു പിക്ചറാണിത്. ഇറ്റ്സ് ലൈക്ക് എ ബൂട്ട് സ്ട്രാപ്പ് പ്രോജക്റ്റ് എന്ന് പറയില്ല, അങ്ങനത്തെയാണ്. സോ ലോട്ട് ഓഫ് വെൽ വിഷേഴ്സ്, ഫ്രണ്ട്സ്, പീപ്പിൾ ഹു നോ മീ വെരി വെൽ, അവരും ഇതിൽ ഒരു ഭാഗമുണ്ട്. സിക്കാഡ എന്ന് പറയുന്ന സിനിമ ചെയ്തു, അത് പുറത്തിറങ്ങുന്നു, ഇപ്പോൾ അത് 1 വീക്ക് കഴിയുന്നു. അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ
ഇതിൽ നിന്ന് എന്ത് കൊണ്ടുപോകും, എന്ത് കൊണ്ടുപോകില്ല പ്രൊജക്റ്റിലേക്ക്? From the director's point of view, it's a different thing. He of course has understood what works, what doesn't, എന്താ പറയുക, how he should change certain aspects of direction and all of that. For me, like I told you that, don't listen to what we believe in one thing, don't listen to what anyone is saying. You want to create a path, you can create a path and you can do it. So we have made a movie, it's without star cast, a star cast illa andeyana. In spite of that, we did some other things that were unique because we knew idilla. We did some other things that were unique, like 24 unique songs in 4 languages. Aren't cheyidilla adu. So do something, create a path. It's not that it's not there. And then the other thing is that even when it comes to marketing, everyone follows a format, not needed. You can break the format. We have broken that format in many places, and we have, of course, we are a small movie now. Now when you become a big budget or a big production, certain things you have to do. Okay, but when you are a small production, you can break certain things. ഈ എല്ലാവരും പറയില്ലേ, ഒരു ലോണ്ട്രി ലിസ്റ്റ് ഉണ്ടാവില്ലേ, ABCDEF ചെയ്യില്ലെങ്കിലും പിക്ചർ എവിടെ എത്തില്ല. നോ, എത്താൻ വഴിയുണ്ട്, എന്നാലും എത്താൻ വഴിയുണ്ട്. വി ഹവ് ഡൺ ഇറ്റ് ഓൾസോ. So and of course, best if you are in direct touch with, if you are handling things directly, better. It helps. When you become a big production, obviously you can't do that. You will move it on to trusted people. But first time, small project, do things as much as you can on your own. Of course, there have been many pitfalls. കുറേ ഞങ്ങൾ അനുഭവിച്ചു, എന്നാലും we are going on. ഈ സ്റ്റാർ കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ആദ്യം ലാൽ സാറിനെയും ശ്രീനാഥ് വാസിയെയും വെച്ച് ആലോചിച്ചൊരു പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നീട് പല പ്രാക്ടിക്കൽ സൈഡും കൊണ്ടും അവർ മാറി രജിത്തും ജെയ്സിലേക്ക് എത്തിയതാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് എത്രത്തോളം സൗഹൃദങ്ങൾ ഓക്കെ, പക്ഷേ ബിസിനസ്സും വേറെ സൗഹൃദം വേറെ. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിലൊരു സ്റ്റാർ കാസ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് സൈഡ് ഓഫ് കോഴ്സ് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ചിന്തിക്കേണ്ടതാണ്. അതിന് എങ്ങനെ റിട്ടേൺ കിട്ടും, അതിൻ്റെ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഈ ചിത്രം ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് ആണ് എന്നുള്ളത് സ്റ്റാർട്ടിങ് തൊട്ട് അറിയില്ലായിരുന്നു. എന്നിട്ടും ഈ ചിത്രം എടുക്കുന്നു, അത് തിയേറ്ററിൽ എത്തിക്കുന്നു, ഇപ്പോഴും ഇത്രയും കോൺഫിഡൻസോടെ സംസാരിക്കുന്നു. ഈ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ് വന്നത്? തിരക്കഥയിലുള്ള വിശ്വാസമാണ്. എന്താണ് ഈ ഒരു കോൺഫിഡൻസ്? യെസ്, ബിക്കോസ് ഇപ്പം നമ്മൾ പറയില്ലേ ഈ സ്റ്റാർ കാസ്റ്റ്, right now also, if you look at the movie, I'm not naming the movie, but if you look at one of the movies that's doing really well, they are not people who have satellite or OTT value already. Naale indava, but they are not people who have, but in spite of that, it's doing really well. Even in Hindi, when people say that, you have stories like movies like Lapata Ladies, no, but not a single cast was known. Yes, Amir Khan's hand is there, but that's not what came out. So അങ്ങനെ നോക്കാൻ പോയാൽ ഐ ഫീൽ ദാറ്റ് ടു സം എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് വെരി മച്ച് എ റിസ്കി ഹിറ്റ് ആൻഡ് മിസ് ഗെയിം. നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. ദർ ഇസ് നോ ഫോർമുല. ഓക്കെ, സോ ഇപ്പോൾ what people do, like for example, ആരാണെങ്കിലും ശരി, the people who buy your content, okay, if they take A and if it works, then that becomes the formula till it fails. Then B becomes the formula. ഇതാണ് നടക്കണം. So what is there? That so അങ്ങനെ നോക്കാൻ പോയാൽ, even from Shijit, the director's point of view, since he is also the writer and he's done the screenplay, he wanted absolute freedom to create something that he can do and without any interferences. He can do it and then he can figure out how this whole thing works. He wanted that absolute freedom. Adu kittan oru vadiyayinu, a supportive producer and nobody else. Pinne of course we had spoken to Srinath Bhasi and Lal sir and all of that, but other due to many reasons, ee parne madri the location is the jungle. Okay, appo korchu nallona nadannu ponam. You have to reach places where it's not easy in a caravan and all of that. Adu point one. Point two, it's like now the people who are with us, who were with us in this movie, were all people who themselves wanted to be ഒരു technician aspect ലായിരുന്നു എല്ലാവരും. Everybody is learning things themselves as well. They are all people. Even if it is Rajat, he wants to do direction, has been his dream for a while now, but of course he'll be doing acting for a while now. But അങ്ങനത്തെ ഒരു ഇതാണ്. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്
ഞങ്ങളിത് എടുത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഓക്കെ വി കുഡ് മേക്ക് ഇറ്റ് ദ വേ വി വാണ്ടഡ് ടു മേക്ക് ഇറ്റ്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഗെറ്റിംഗ് ഇറ്റ് ടു ദ പീപ്പിൾ ലൈക്കിങ് ഇറ്റ്. അത് ഇപ്പോൾ പറഞ്ഞ മാതിരി at least in the Kerala market, what I am seeing, I am talking about audience perspective, where are patti industry alla njan parayana. What I have noticed is, so I don't live in Kerala, I live in Bangalore and I keep traveling to Bombay. Everybody is appreciating Malayalam cinema, everyone is gung-ho about Malayalam cinema, but here it looks like we are all spoiled for choice. Korre content ഉണ്ട് നമ്മളുടെ, കുറേ പിക്ചേഴ്സ് വരുന്നുണ്ട്, ഇത് ഇഷ്ടമായില്ല അത് ഇഷ്ടമായില്ല. It's very easy for us to say, while in the other markets our content is being valued so much more, because this content doesn't, people don't, here it is not about a boy in Kerala, it has never been. ഞാൻ ചെറുപ്പം തൊട്ടിട്ട് I'm watching Malayalam movies, I am a big fan of Malayalam movies. The story is never a boy meets girl and what happens. That is, I think that might be the least of the content written in Malayalam. It's always many other things, right? That's not the case in other industries. Other industries there has to be a boy meet girl, and the running around trees adu venam. So I feel ivide enda pattirikkunna chala movies dime a dozen lanu varana, korre pictures varunda, and audience is literally spoiled for choice. It's like ഇതില്ലെങ്കിൽ അത് കുറേ വരുന്നുണ്ട്, ഇത് കാണാം അത് കാണാം ടൈപ്സ് അങ്ങനെയാണ്. സോ ദാറ്റ്സ് പ്രിറ്റി മച്ച് ദേർ. അധികം കഥാപാത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു സിനിമ, കാടാണ് കൂടുതൽ പശ്ചാത്തലം. അപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ച് ലോ ബഡ്ജറ്റിൽ തീരുന്ന എളുപ്പം തീർക്കാവുന്ന സിനിമ എന്ന് ഫീൽ ചെയ്യും. പക്ഷേ ഈ കാട്ടിലേക്ക് കയറി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നോർമൽ സിനിമയേക്കാൾ കൂടുതൽ പാടായിരുന്നു. എങ്ങനെയായിരുന്നു? യെസ് അത് എളുപ്പം തീരില്ല. ബിക്കോസ് ഒരു സമയമൊക്കെ ഉണ്ട്, റൈറ്റ്? യു കനോട്ട് ഷൂട്ട് ഓൾസോ ബിയോണ്ട് എ സർട്ടൻ ടൈം, യു ഹാവ് ടു പാക്ക് ആൻഡ് ഗോ. ആൻഡ് പ്ലസ് വി ആർ വാക്കിംഗ് 2.5 kilometers to a location, coming back അതിൽ തന്നെ പോകേണ്ട സമയം. സോ actually the number of days increased a little because of this card. City and all you can do fast, card പറ്റില്ല. പിന്നെ കുറേ സീൻസ് മഴയത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും നല്ല മഴയുള്ള ദിവസം യു ഹാവ് ടു സ്റ്റേ ഓഫ്. സോ അങ്ങനെ കുറച്ച് ദിവസം പോയി. യെസ്. ഈ സിക്കാഡ എന്ന് പറയുന്ന ഈ ഒരു കഥ കമ്മിറ്റ് ചെയ്യാനുള്ളൊരു ട്രിഗർ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു റിസ്ക് എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് വേറൊരു കഥ കുറച്ചുകൂടി ഒരു കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്ന വേറൊരു കഥ സെലക്ട് ചെയ്തുകൂടെ എന്നൊരു ചോദ്യമൊക്കെ വന്നില്ല. ഈ കഥയിലേക്ക് കഥ ലോഞ്ച് ചെയ്യാനുള്ളൊരു റീസൺ എന്താണ്? സോ നോ പർട്ടിക്കുലർ റീസൺ. ഞാൻ പറഞ്ഞ മാതിരി ഏത് കഥ എവിടെയാണ് വർക്ക് ആവാൻ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ഫോർമുല ഇല്ല സത്യം പറഞ്ഞാൽ. പിന്നെ വൈ ഡു സംതിങ് ദാറ്റ് എവ്രിബഡി ഈസ് ഡൂയിങ് ഓർ ടെല്ലിങ് യു ടു ഡു. ഈ കഥയിൽ വൺ മോർ തിങ് ദാറ്റ് വി ഹവ് ഡൺ ഇൻ ദിസ് മൂവി ഈസ് നോൺ ലീനിയർ. ഓക്കെ, സോ ഈ കഥയിൽ സ്പൂൺ ഫീഡിങ് ഇല്ല. Okay, so that's why what we have understood is that it takes time for the story to connect. Okay, people മനസ്സിലാവില്ല അത് ചില കാര്യങ്ങൾ. and all, it's like somebody had said in the review that മെത്തടിച്ച് കാണുന്ന മാതിരത്തൊരു ഫീലിംഗ് ആണ്. അതാണ് ഈ കഥ. Of course, and ഇതിൽ the protagonist, Rajat, he's playing Joe. His character is actually more it's negative. We are trying to show what you should not be rather than what you should be. It's like what we are trying to show is that you should not be Joe. Anganeyana. So that kind of a thing. So there was a different challenge in this. So we felt formula we do not. Now we know next formula. Okay, next formula now we know. That we will take care of many things now. ക്രിസ്റ്റഫർ നോളന്റെ ഒരു സിനിമ വരുന്നു, നമ്മൾ മലയാളികളിൽ ഇരുന്ന് കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാവില്ല ചിലർക്ക്. അതിനുശേഷം നമ്മൾ പറയും നോളന്റെ ബ്രില്യൻസ് ഗംഭീരം, 2 തവണ കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ എന്ന് പറയും. മലയാളി നമ്മൾ കാണും, നമ്മൾ അതിനെ 3-4 തവണ കണ്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അതേപോലെ നോൺ ലീനിയർ പാറ്റേണിൽ പോകുന്ന നമ്മൾ സ്പൂൺ ഫീഡിംഗ് ഇല്ലാത്തൊരു മലയാള സിനിമ വന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇവരെന്താ എടുത്തു വെച്ചേക്കണം, നമ്മൾ ഇത്രയും ബുദ്ധികൾ നമുക്ക് പോലും ഇത് മനസ്സിലാവണമല്ലോ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തിരിയും. മലയാളികൾ പ്രത്യേകിച്ച് അങ്ങനെ തിരിയും. അങ്ങനെയുള്ള ഒരു ഓഡിയൻസിലേക്കാണ് ഇങ്ങനെയൊരു സിനിമ എത്തുന്നത്. പിന്നീട് രണ്ടാമത് അത് ഇപ്പം നമുക്ക് ഇപ്പൊ വന്ദന തന്നെ പറയുന്നുണ്ട് അത് ചിലർക്ക് കണക്ട് ആവുന്നില്ല എന്നുള്ളത്. ഇപ്പൊ വീണ്ടും ഈ ധൈര്യത്തെ എനിക്കതാണ് ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് കേൾക്കുന്നത്. നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല എന്നുള്ളത്. No. So the thing is that see ഒരു പാറ്റേൺ കണ്ട് റെഗുലർ പിക്ചർ കാണുന്ന ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ബട്ട് വാട്ട് വി ഹാവ് അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ദ വൺസ് ഹു ഹാവ് ലൈക്ഡ് ഇറ്റ്
have really called us or messaged us and appreciated this risk-taking ability of us. They were like, I'm not saying the movie doesn't have flaws. Definitely, it's a first time make by, director debut and a DOP debut and all, and I'm not saying that. But in spite of that, what we have thought and done, that is being appreciated. And for us, that means a lot. This is exactly my point. This is what even I was thinking. ഞാൻ എന്നെ ക്രിസ്റ്റഫർ നോളാൻ്റെ ഇൻസെപ്ഷൻ എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് സമയമെടുക്കും മനസ്സിലാവാൻ. ദിസ് മൂവി സിക്കാഡ, I was sitting in the post-production throughout, right? Oh my God, 2 months I think we would have gone through it. ഇതിങ്ങനെ അയ്യോ ഈ സീൻ കേട്ട് ഈ സീൻ, പക്ഷേ ഇത് പറ്റുമോ, ഇത് ജസ്റ്റിഫൈഡ് ആണോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് we took 2 months for this itself. Okay, പിന്നെ ഒരു ഇത് കിട്ടി. Okay, now everything is falling. Okay, now this is correct. അത് കഴിഞ്ഞിട്ട് so that audience can understand a little more, we decided to put timelines. Obviously timeline ഇട്ടാലും ഒരു ഐഡിയ കിട്ടില്ല. ആ ടൈംലൈൻ ഇട്ടിട്ട് ഞങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി. Again we sat on it. Oh my God, this timeline, but he doesn't look like this. Again we changed it. So ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മനസ്സിലാക്കാൻ. ഇതൊക്കെ ഉണ്ട്. But at the same time, that's what I'm saying. People who genuinely like cinema or like this ഒരു വ്യത്യസ്ത ഒരു ഇത്, they have appreciated it. And what I've understood is, even when I was talking to people, what I've understood is that including me, people who do not understand, they will not give any opinion, because മനസ്സിലായില്ല എന്ന് പറയാനും ഇപ്പോൾ ഇങ്ങനെ എനിക്ക് ഇൻസെപ്ഷൻ ആ വെരി നൈസ് മൂവി മനസ്സിലായോ, ഐ ചേഞ്ച് ദ ടോപ്പിക് ആൻഡ് ഐ ഗോ സംവെയർ എൽസ്, മനസ്സിലായിട്ടില്ല. സോ അതാണ് ജനറൽ ജഡ്ജ്. സോ നൗ ഐ ഹവ് അണ്ടർസ്റ്റുഡ്. പീപ്പിൾ ആർ ഓൾസോ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സേ. സംടൈംസ് if the people known to me and I say no പറ, then they'll say അല്ല മനസ്സിലായില്ല. I'm like okay ശരി സാരമില്ല, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെരി നോർമൽ, ഇറ്റ് വിൽ ഹാപ്പൻ. നമ്മളുടെ തന്നെ മലയാളത്തിൽ തന്നെ വി ഹാവ് പീപ്പിൾ, റൈറ്റ്? എനിക്ക് മലയാളത്തിൽ തന്നെ ഞാൻ പറയാൻ പോയ ചില പിക്ചേഴ്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. യു നോ ഹു ഐ എം ടോക്കിംഗ് അബൌട്ട്, ലൈക്ക് കൺഫ്യൂസിങ്, യു നോ ദാറ്റ്, റൈറ്റ്? അല്ലെങ്കിൽ ഈ ഓപ്പൺ എൻഡഡ് വിടുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. വൈ ടേക്സ് ടൈം. സിക്കാഡ അല്ലെങ്കിൽ ചീവീട് എന്നുള്ളൊരു ടൈറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ഒരു ലോജിക്ക് വെച്ചിട്ടാണോ ഇട്ടത്, അതോ ആ ഒരു ജീവിക്ക് ഈ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? The story is kind of so ഇവരൊക്കെ this കൂറ്റൻ ക്യാരക്ടർ, ഈ വനദേവത ക്യാരക്ടർ, പ്രൊട്ടക്റ്റിംഗ് നേച്ചർ ക്യാരക്ടർ, അയാളുടെ വെഹിക്കിൾസ് ആണ് ഇവരൊക്കെ. ചീവീട്, സ്നേക്ക്, പോത്ത്, dogs, they are all his vehicles. So again that is symbolic, just like Shiva has a snake around his neck, and Potha is Yama Devata's this thing, alle vehicle, angane they all have a significance. മൃഗങ്ങളെ ഒറിജിനലായിട്ട് കൊണ്ടുവരാം, അല്ലാതെ നമുക്ക് കൊണ്ടുവരാം. ഇതിൽ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വരുന്ന ഇപ്പം മൃഗങ്ങളൊക്കെ എങ്ങനെയാണ്? ഒറിജിനൽ except the cicada, everything പോത്ത് വരെ ഒറിജിനൽ. That പോത്ത് is a very well known, നല്ല ഇൻസ്റ്റാ ഫോളോവേഴ്സ് ഉള്ള പോത്താണ്. എൻ്റെ പേര് സുൽത്താൻ. അതിൻ്റെ പേര് സുൽത്താനാണ്. അത് ആൻഡ് ഇറ്റ്സ് അബൌട്ട് അതിൻ്റെ കൂടെ ഐ തിങ്ക് അബൌട്ട് 18 to 20 people had to come because പോത്തിനെ അത് ദേഷ്യം വന്നാൽ പോയി, എല്ലാവരും പോയി. ആൻഡ് പോത്തും റിയലാണ്, പാവം രജത്തും അവിടെ നിന്നു പേടിച്ചിട്ട്. സോ പോത്തിൻ്റെ കയർ മാത്രമാണ് CG കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നത്. സോ ഇറ്റ്സ് ബീങ് ഹെൽഡ് ബൈ ഇവരൊക്കെ എന്നെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് വൺ മാസ്റ്ററാണ്. ആ മാസ്റ്റർ പറയുന്നത് കേൾക്കും, പക്ഷേ ദേഷ്യം വന്നാൽ പോയി. സോ അത് ഇനീഷ്യലി അതിനെ കൊണ്ട് ചെയ്യിച്ച് അതിൻ്റെ ഫുഡ് ഓൾസോ വാസ് ലൈക്ക് a lot, like I don't know, some 8,000 10,000 rupees worth of food I know അതിൻ്റെ. സോ അതൊക്കെ ചെയ്ത് ഭയങ്കര കോസ്റ്റ്ലി. ഓ മൈ ഗോഡ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇടയിൽ ദേഷ്യം വരാൻ തുടങ്ങി, ഒന്ന് കാമൊക്കെ ആക്കിയിട്ടാണ് പിന്നെ ഒന്നും കൂടി അതിനെ കൊണ്ട് ചെയ്യിച്ച്. സോ ആ ബഡ്ജറ്റ് വരുമ്പോ ചെയ്യാം, കിട്ടട്ടെ. ഇപ്പൊ കയറിന്റെ ബഡ്ജറ്റേ ഉള്ളൂ. അതുകൊണ്ട് രജത്തിനെ അവിടെ പിടിച്ച സാരല്ല, നീ നിന്നാ മതി, സാരമില്ല, ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ എന്നെ വെക്കാൻ. ഇപ്പോൾ ഒരു സിനിമ വരുന്നു, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒരു ഓടാനുള്ളൊരു സമയം നമുക്ക് തിയേറ്ററിൽ കിട്ടുമായിരുന്നു. കാരണം ആളുകൾക്ക് കാണാൻ വേറെ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ വേറെ മാധ്യമങ്ങളില്ല, TV വളരെ കുറവായിരുന്നു. പിന്നീട് TV വരുന്നു,
ഇപ്പൊ ഈ ഒരു 5 കൊല്ലത്തിനുള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്, നമുക്ക് എല്ലാ സിനിമകളും അവൈലബിൾ ആണ്. അപ്പൊ ആളുകളുടെ തിയേറ്ററിൽ പോകാനുള്ളൊരു ചോയ്സ് വളരെ കുറഞ്ഞു. അത്രയ്ക്കും നല്ല അഭിപ്രായം കിട്ടുന്ന സിനിമകളാണെങ്കിൽ മാത്രമാണ് അവർ തിയേറ്ററിലേക്ക് എത്തുള്ളൂ. പക്ഷെ ഒരു സിനിമ ഓടുന്നു, താരതമ്യേന പുതിയ ആൾക്കാരെ വെച്ചെടുക്കുന്ന ഒരു സിനിമ ഓടി അതിനൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്ന ഒരു ബ്രീത്തിങ് സമയം കിട്ടുന്നതിന് മുന്നേ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അടുത്തൊരു വലിയ സിനിമ വരുമ്പോൾ ഈ സിനിമയെ തിയേറ്ററുകാർക്ക് മാറ്റിയേ പറ്റുള്ളൂ. ചിലപ്പോൾ എഗ്രിമെന്റ് വെക്കുന്നത് 1 വീക്ക് ആയിരിക്കും. അപ്പോൾ ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് എല്ലാവരും അറിഞ്ഞു വരുമ്പോഴത്തേക്ക് ആ സിനിമ പോയിട്ടുണ്ടാവും. അപ്പം അത് നമ്മുടെ ഈ സിനിമയെ ബാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? I mean, it is, of course, badhikum, but it depends upon how much you can stay in the market. And anyways, ipo life of cinemas also become that, na. Theatre li variya, adu kayinittu within 1 month engenengilum one OTT li keriya, satellite vere adu, so adu oru process aayittunde. Adu difficult aanu, pidichu nikkan difficult aanu. Plus ivide njangalku sambhavicha ഒരു ഇഷ്യൂ ഇസ് ദാറ്റ് ഞങ്ങളുടെ ഡിജിറ്റൽ PR അൺഫോർച്ചുനേറ്റ്ലി ഇത്രയൊക്കെ ചെയ്ത് നന്നായിട്ട് PR ഒക്കെ ചെയ്ത് വന്നതായിരുന്നു, ബോത്ത് ഡിജിറ്റൽ ആൻഡ് പ്രിൻറ്റ് നന്നായിട്ട് ചെയ്ത് വന്നതായിരുന്നു. ആ പ്രീമിയർ ദിവസം ദ ഡേ വി ലോഞ്ച് ഡിജിറ്റൽ PR ഫെൽ. അവിടെ ഞങ്ങൾക്കൊരു അടി കിട്ടി. സോ അത് ഞങ്ങളെ നല്ലോണം ബാധിച്ചു. ഇറ്റ് മെയ്ഡ് എ വെരി ബിഗ് ഡിഫറൻസ് ബിക്കോസ് ദർ വർ 5 മൂവീസ് ദാറ്റ് റിലീസ്ഡ്. So imagine that content coming out in 2 hours, 2-3 hours, and our content is not coming out when we have ran a houseful show also. So that hit us very bad. We lost 2 important days, Friday and Saturday. Sunday is when I took matters into my own hands and picked it up from there. Now what you see going into second week and all of that is, that's why I said sometimes you have to learn things yourself, you have to know things, you have to, and you cannot, many people would say leave it, chalega ado etra odittu vidu. No, I went to things into my hands, called up everyone and explained this happened to me, I'm sorry but I need your support. But one thing is that everyone that I called agreed to support me. And adu kayindittu varana articles and interviews and all are also a part of the support that I got because I told them that this happened to me. Angane. So aa oru idum kudi vannu, പക്ഷേ ഞാൻ ഫുൾ PR പഠിച്ചു. അതായത് നിർമ്മാതാവാണ്, തല കാണിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഞാൻ PR-ഉം ചെയ്തു. അപ്പൊ അടുത്തൊരു പ്രൊജക്ട് വന്ദന അടുത്ത് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഈ സിനിമ ആദ്യം പറയുമ്പോ ഇങ്ങനെ ഈ മൾട്ടി ലാംഗ്വേജ് എന്നുള്ള രീതി തന്നെ പ്ലാനിങ് ആയിരുന്നു, അത് പിന്നീട് മലയാളം ബിസിനസ് സാധ്യതകളെ മുൻനിർത്തിയാണ് ഇത്രയും ഭാഷയിലേക്ക് എടുത്തത്. മലയാളം മെയിൻ അല്ല, ബിസിനസ് തന്നെയല്ല, മലയാളം മെയിൻ ആൻഡ് ദെൻ തമിഴ് bilingual idea. Also then we realized when I came into the, because I have lived in Hyderabad and I'm currently living in Bangalore, appo we thought why not, because ഈ എന്താ പറയുക പിക്ചറിൻ്റെ ലൊക്കേഷൻ സബ്ജക്റ്റ് നത്തിങ് ഈസ് എന്താ പറയുക ഒരു ഇറ്റ്സ് നോട്ട് റിസ്ട്രിക്റ്റഡ് ടു എ പ്ലേസ് ഓർ എൻ ഏരിയ. ഒരു കേരളയിൽ നടക്കുന്ന സ്റ്റോറി അല്ല അത്, റൈറ്റ്? ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സ്റ്റോറി അല്ല. സോ ദാറ്റ് ക്യാൻ ബി ചേഞ്ച്, ദാറ്റ് ക്യാൻ ബി എവ്രിവെയർ, ദേ ക്യാൻ ഫീൽ ദ സെയിം ഇഫക്റ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചത്. ഈ സിനിമ കണ്ടിട്ട് ഫാമിലി എല്ലാവരും എന്താണ് പറഞ്ഞത്? എപ്പോഴാണ് കണ്ടത്? തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് അവർ കണ്ടതോ പ്രിവ്യൂ വേറെ സെപ്പറേറ്റ് കണ്ടത്? ഇല്ല, ആക്ച്വലി തിയേറ്ററിൽ വന്നിട്ടാണ് കണ്ടത്. എന്താണ് ഹസ്ബൻഡിന്റെ കുട്ടികളുടെ 2 പെൺകുട്ടികളാണ്, അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? Elder one came, younger one didn't come. Elder one was like, okay, something different, okay. Good visuals, good music, good sounding, but I mean they were like same thing, you know, they were like you have guts. So our husband also, I mean, see, they have seen our effort, so he was like, no, for the effort you've put in, it's fine, it's good, yes, but of course there is a lot more to change and learn and do everything. ഇങ്ങനെ തന്നെ പോട്ടെ, അടുത്ത സിനിമ ഇതിലും വലിയൊരു വിജയമാവട്ടെ. Thank you. വന്ദന തൊടുന്നെല്ലാം പൊന്നാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you so much. Thank you.